ഹായ് മകളെ, SSLC മോഡൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ അത്രയധികം ടെൻഷനോട് കൂടിയോ ഇനി അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തയിലായിരിക്കും പല കുട്ടികളും. അതോടൊപ്പം തന്നെ പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ട് സാർ എന്ന് പറയുന്ന ടെൻഷനായിരിക്കും മറ്റു കുട്ടികളെ. പ്രിയപ്പെട്ട മക്കളെ, ടെൻഷൻ സ്വാഭാവികമാണെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. അത് പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും നിങ്ങൾ പഠിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല, നമ്മുടെ ഈ മോഡൽ എക്സാം ടഫ് ആവുമോ എന്നൊരു സംശയം പല കുട്ടികൾക്കും ഉണ്ട്. അത് മോഡൽ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം എളുപ്പമാവും. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ കാര്യം പറയാണ്, നമ്മളെ മോഡൽ എക്സാമിൻ്റെ രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കുള്ള പബ്ലിക് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്രിൻ്റ് അടക്കം ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവർ ലോട്ടിട്ടെടുക്കും. 4 എണ്ണത്തിൽ 2 എണ്ണം ഇവർ എടുക്കുന്ന സമയത്ത് ഒന്ന് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും ഒന്ന് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഇവർ മാറ്റി വെക്കും. പിന്നെ 2 സെറ്റ് എന്തിനാണെന്നൊരു സംശയം ഉണ്ടാവും. അത് നിങ്ങളുടെ SSLC റിസൾട്ടൊക്കെ വന്നതിന് ശേഷം തോറ്റുപോയ ഒരുപാട് മക്കളുണ്ട്. അവർക്ക് എക്സാം അഥവാ തോറ്റ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറോട് കൊടുക്കും. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അത് മറ്റൊന്നിനും അല്ല, ചോദ്യ പേപ്പറുകൾ ചോർച്ചകൾ ഉണ്ടാവുക, ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാറ്റി എക്സാം മാറ്റി നടത്തുന്ന ഒരു അവസ്ഥ വരിക. ആ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. 2020-ലോ 2016-ലോ എങ്ങാനും അങ്ങനത്തെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന എക്സാം ഒരു തവണ കുട്ടികൾ എഴുതി, എന്നിട്ട് അത് ചോദ്യ പേപ്പർ ചോർന്നു എന്ന പേരിൽ 2ാമതും ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തതൊക്കെ പറയാറുണ്ട്. സോ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയൊന്നും നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അത് ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ അതിൽ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രേ ഉള്ളൂ, മോഡൽ എക്സാം ടഫ് ആവുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ചോദ്യ പേപ്പറും വരാം. ചിലപ്പോൾ ടഫ് ഉള്ളത് വരാം, ചിലപ്പോൾ എളുപ്പമുള്ളത് വരാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ ഭാഗം നമുക്ക് ക്ലിയർ ആണെങ്കിൽ ഏത് രീതിയിൽ വന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾ നിന്നോളൂ. അത് മാത്രമേ പറയാനുള്ളൂ. എക്സാം ടഫായാലും എളുപ്പമായാലും ഒക്കെ നമ്മളെ കൊണ്ടാവുന്ന അത്രയും റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ പാരൻസിനെ നമ്മൾ പ്രൗഡാക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ, ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഫുൾ A+ നമ്മൾ കരസ്ഥമാക്കുകയും ചെയ്യും കേട്ടോ. സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ മോഡൽ എക്സാം ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സാം ആയിട്ട് നിങ്ങൾ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.